സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഇന്ന് റിലീസായി. എന്നാത്താൻ കേസുകേട് എന്ന സിനിമയിലെ സുരേഷൻ സുമലത എന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ സ്പിൻ ഓഫ്, അവരുടെ ഒരു ലൈഫും പരിപാടിയും, അവരെങ്ങനെ പരിചയപ്പെട്ടു, എങ്ങനെ പ്രണയത്തിലായി, പിന്നെ അവരുടെ പ്രണയ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, അതാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഒരു റോം കോം ജോണറിൽ വരുന്ന സിനിമയാണ്. പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഈ സിനിമയും എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങും പരിപാടിയും കഥ പറച്ചിൽ രീതിയും ഡയലോഗ്സും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇതിനെപ്പറ്റി എൻ്റെ ഉള്ളൊരു വൺ വേർഡ് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിരാശനാണ്, വളരെ വളരെ നിരാശനാണ്. ഹൈലി ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞതിൽ. എനിക്ക് പേഴ്സണലി കണ്ടിട്ട് ഒട്ടും ഹാപ്പിനെസ് നൽകാഞ്ഞ സിനിമയാണിത്. സിനിമ 2 മണിക്കൂർ 20 മിനിറ്റാണ് ഡ്യൂറേഷൻ. പക്ഷേ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ സിനിമ കണ്ട അവസ്ഥയായിരുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ആ ഒരു ഫീലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഫാർ ബെറ്റർ എന്നുള്ളത്. സിനിമ തുടങ്ങി അങ്ങനെ ഒരു ജീവനില്ലാതെ പോകുന്നു. കോമഡികൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതിലെ മിക്ക കോമഡി എനിക്ക് ഒരുമാതിരി അസ്ഥാനത്തെ കോമഡികളായിട്ടാണ് തോന്നിയത്. ആ രീതിയിൽ അങ്ങനെ തുടങ്ങി അങ്ങനെ ഒരു ഇതിൽ പോകുന്നതാണ്. പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടുകൾ, ഇതിലെ സോങ്സ് വേറെ ലെവലാണ്. എല്ലാ പാട്ടുകളും സെപ്പറേറ്റ് കേൾക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ചൊക്കെ ആകുമ്പോൾ സുധീഷിൻ്റെ കുറച്ച് ആക്ട്സ് ഒക്കെ ഉണ്ട്. സുധീഷ് സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിനു ജോസഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർവെല്ലാവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ തുടങ്ങുന്നു. പിന്നെ കുറച്ചുകൂടെ സീരിയസ് നോട്ടിൽ പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വൻ തോൽവി, അങ്ങനെ തന്നെ വേണം പറയാൻ. ഒരു രീതിയിലും കണക്റ്റ് ആവാതെ പോയി. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 30 മിനിറ്റ് ഒരു ഡ്രാമയുടെ രീതിയിൽ ഈ ടൈം ലൈൻ, ഒരു 3 ടൈം ലൈൻ സിനിമയിലുണ്ട്. ട്രെയിലറൊക്കെ കണ്ടാൽ മനസ്സിലാവും. അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വരുന്ന സാധനമുണ്ട്. അതൊന്നും ഒന്നും പറയാനില്ല, വൻ തോൽവിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. വെറുപ്പിക്കൽ പ്രോമാക്സ് ആയിരുന്നു ആ ഭാഗത്തൊക്കെ. പിന്നെ ഈ 3 കാലഘട്ടം കാണിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു അന്നും ഇന്നും എന്നും ഈ പ്രണയത്തിന് അല്ലെ ജാതിയുടെ രീതിയിലൊക്കെ ഇങ്ങനത്തെ ഇതാണെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അതിനൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ 2 കാലഘട്ടം പോട്ടെ, ഇതിൻ്റെ നടുക്കൊരു കാലഘട്ടം വരുന്നുണ്ട്. അതൊക്കെ എന്തിനാണ്? അതും ഇന്നത്തെ കാലം തമ്മിൽ നമുക്ക് മര്യാദയ്ക്ക് ഡിഫറൻഷ്യേറ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആ സമയത്തെ കുറച്ച് സിനിമാ പോസ്റ്ററൊക്കെ വെച്ചല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് ഇന്നത്തെ കാലമായിട്ട് തന്നെ തോന്നുന്നുള്ളൂ. പിന്നെ കളർ ഗ്രേഡിങ് കുറച്ച് റെഡിഷും കൂടെ കയറ്റി ഇട്ടു. ഒരു കാര്യമില്ല ആ ഭാഗത്തൊന്നും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് നിരാശ സംബന്ധിച്ച സിനിമയാണ്. കുഞ്ചാക്കോ ബോബനൊക്കെ എന്തിന് 5 ദിവസത്തെ കുഞ്ചാക്കോൻ്റെ ഡേറ്റ് ഉണ്ടെന്നും അരമണിക്കൂർ ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പറഞ്ഞത് എന്നാത്താൻ കേസ് കൊടുവിൽ സുരേഷിൻ്റെ സുമലതയുടെ മൊഴി പോലെ അത്രയും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇതിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഇവരുടെ ലൈഫിലെന്നാണ് പറഞ്ഞത്. ഒരു കാര്യമില്ല അതിലൊന്നും. അങ്ങനെ കംപ്ലീറ്റ് നിരാശ സമ്മാനിച്ച സിനിമയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, വളരെ മോശമെന്ന് എനിക്ക് തോന്നി. ഞാൻ അസ്ഥാനത്തെ കോമഡി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറേ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സ്ത്രീകളെ കൊണ്ടൊക്കെ അവർ പുരോഗമനമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്, എന്താണെന്ന് അറിയത്തില്ല, ചുമ്മാ പറയുക അങ്ങോട്ട്. അതൊക്കെ എനിക്കിപ്പോൾ ഒമർ ലുലുവിൻ്റെ സിനിമകളിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാളെ പോലെ പൊക്കി വെക്കുന്ന ആൾക്കാരുടെ സിനിമയിൽ അത് ഓവറായിട്ട് കണ്ടു കഴിഞ്ഞാലും പറയണം. എനിക്കത് ഭയങ്കര ഒരു മടുപ്പ് തോന്നി. ഈ സിനിമയിലെ കുറച്ച് ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ, അതിലൊന്നും പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. ഇനിയും അതിൽ വേറെ വല്ല ബ്രില്യൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 1.5 ഔട്ട് ഓഫ് 5 ആണ്.